മഹാപ്രളയത്തിനും വയനാട് ദുരന്തത്തിനും ശേഷം നമ്മുടെ വിനോദസഞ്ചാര മേഖല കടുത്ത പ്രതിസന്ധിയിലാണ്. ദുരന്തങ്ങൾ വേട്ടയാടുന്ന ഈ നാട്ടിലേക്ക് എത്തുന്ന വിദേശികളുടെ എണ്ണത്തിൽ പോലും വലിയ തോതിൽ ഇടിവുണ്ടാകുന്ന കാലഘട്ടം. അതിനിടെ ഈ നാടിൻ്റെ മനോഹാരിത കണ്ടാസ്വദിക്കാൻ ചില രാജ്യങ്ങളിൽ നിന്ന് വിദേശികൾ എത്തുന്നുണ്ട്. എന്നാൽ വിനോദസഞ്ചാരികൾക്ക് പോലും സുരക്ഷിതമായി നമ്മുടെ നാട്ടിലെ പല സ്ഥലങ്ങളിലും പോകാൻ കഴിയാത്ത സാഹചര്യമാണ്. കഴിഞ്ഞ ദിവസം കോവളത്ത് വെച്ച് വിദേശ വനിതയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചത് യോഗ പരിശീലകനാണ്. ഇതോടൊപ്പം ഇടുക്കി മൂന്നാറിൽ ആശുപത്രിയിൽ കയറി ഗർഭിണിക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തിയ സംഭവത്തെക്കുറിച്ച് കൂടി കേട്ടു. ആ വാർത്തകൾ ഉൾപ്പെടെ വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. ലാത്വിയൻ സ്വദേശിനിയായ ലിഗ എന്ന യുവതിയുടെ പേര് ചിലരെങ്കിലും ഓർക്കുന്നുണ്ടാകും. സഹോദരിക്കൊപ്പം കേരളത്തിലെത്തിയ ലിഗയെ കോവളത്ത് വെച്ച് ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ സംഭവം നടന്നത് 2018-ലാണ്. ആ കേസിൽ പ്രതികൾക്ക് കോടതി ഇരട്ട ജീവപര്യന്തം ശിക്ഷയും വിധിച്ചിരുന്നു. വിദേശികളെ ആക്രമിക്കുന്നവർക്കുള്ള മുന്നറിയിപ്പാകും ആ ശിക്ഷാവിധിയെന്ന് കരുതിയെങ്കിൽ തെറ്റി. കോവളത്ത് വിദേശ വനിതയ്ക്ക് നേരെ വീണ്ടും ലൈംഗിക അതിക്രമം. അർജന്റീന സ്വദേശിനിയായ യുവതിയെ യോഗ പരിശീലകനാണ് പീഡിപ്പിച്ചത്. വിഴിഞ്ഞ സ്വദേശിയായ സുധീർ യോഗ ക്ലാസ്സിനിടയിൽ ശരീരത്തിൽ കയറി പിടിക്കുകയും പീഡിപ്പിക്കാൻ ശ്രമിച്ചുവെന്നുമാണ് പരാതി. സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ പ്രതിക്ക് വേണ്ടി പോലീസ് അന്വേഷണം ആരംഭിച്ചു. യോഗ പരിശീലിക്കാൻ എത്തിയ വിദേശ വനിതയെ പരിശീലകൻ കടന്നുപിടിക്കുകയും പീഡിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തുവെന്നാണ് പരാതി. യുവതി എതിർത്തതോടെ പരിശീലകൻ സ്ഥലത്തുനിന്ന് രക്ഷപ്പെട്ടു. കോവളം ലൈറ്റ് ഹൌസിന് സമീപത്തെ യോഗ സെന്ററിലെത്തിയ അർജന്റീന സ്വദേശിനിയെയാണ് സെന്ററിൽ വെച്ച് പരിശീലകൻ ക്ലാസ് എടുക്കുന്നതിനിടെ കയറിപ്പിടിച്ചത്. വിഴിഞ്ഞം ടൗൺഷിപ്പ് സ്വദേശിയായ പരിശീലകൻ സുധീർ സംഭവത്തിനു ശേഷം ഒളിവിൽ പോയി. ഇയാൾക്കായി തിരച്ചിലാരംഭിച്ചുവെന്ന് കോവളം പോലീസ് പറയുന്നു. കഴിഞ്ഞ 26-നാണ് അർജന്റീനയിൽ നിന്നെത്തിയ യുവതി കോവളത്ത് സ്വകാര്യ റിസോർട്ടിൽ താമസം തുടങ്ങിയത്. സൗദി അറേബ്യയിലെ റിയാദിലുള്ള പ്രമുഖ ഹോട്ടലിലെ ജീവനക്കാരിയാണ്. അവധിക്കാലം ആഘോഷിക്കുന്നതിന്റെ ഭാഗമായാണ് ഇവർ കോവളത്തെത്തിയത്. തുടർന്ന് ലൈറ്റ് ഹൌസ് ബീച്ചിന് സമീപത്തെ യോഗ സെന്ററിൽ പരിശീലനത്തിന് ചേർന്നു. ഇക്കഴിഞ്ഞ തിങ്കളാഴ്ച രാവിലെ 7-ന് സെന്ററിൽ എത്തണമെന്ന് പരിശീലകൻ നിർദ്ദേശിച്ചിരുന്നു. രാവിലെ എത്തിയ ഇവർക്ക് യോഗ ക്ലാസ് എടുക്കുന്നതിനിടയിൽ പരിശീലകൻ ശരീരഭാഗങ്ങളിൽ പിടിക്കുകയായിരുന്നു. ഇതിൽ അസ്വസ്ഥയായ വിദേശ വനിത ഇയാളോട് കയർക്കുകയും തിരികെ റിസോർട്ടിലേക്ക് മടങ്ങുകയും ചെയ്തു. തുടർന്നാണ് കോവളം പോലീസിൽ പരാതി നൽകിയത്. തന്റെ സ്ത്രീത്വത്തെ അപമാനിച്ചുവെന്നും ശരീരത്തിൽ പിടിച്ചുവെന്നുമാണ് ഇവർ പോലീസിൽ നൽകിയ പരാതി. സംഭവത്തിൽ പോലീസ് പരിശീലകനെതിരെ കേസെടുത്തു. ഒളിവിലായ പ്രതിക്കായുള്ള അന്വേഷണം ഊർജിതമാക്കിയെന്ന് കോവളം പോലീസ് അറിയിച്ചു. ന്യൂസ് 18 കോവളം. രാത്രിയിലും പകലും സെക്യൂരിറ്റി ജീവനക്കാരടക്കം അതീവ സുരക്ഷയുള്ള സ്ഥലമാണ് ഇടുക്കി മൂന്നാറിലെ ഹൈറേഞ്ച് ആശുപത്രി. ഒരു ഇല അനങ്ങിയാൽ പോലും സെക്യൂരിറ്റി ജീവനക്കാർ അറിയും. എന്നാൽ ഇവരുടെയെല്ലാം കണ്ണുവെട്ടിച്ച് ഒരു യുവാവ് അർദ്ധരാത്രിയിൽ ആശുപത്രിക്കുള്ളിൽ കയറി. വാർഡിൽ രോഗികളും കൂട്ടിരിപ്പുകാരുമെല്ലാം നല്ല ഉറക്കം. അതിനിടെയാണ് ഒരു യുവതിയുടെ നിലവിളി ശബ്ദം കേട്ടത്. 6 മാസം ഗർഭിണിയായ യുവതിയെ ആരോ കടന്നു പിടിച്ചതാണ്. ബഹളം കേട്ട് ബന്ധുക്കളും മറ്റു രോഗികളും ഓടിയെത്തിയപ്പോൾ അക്രമി രക്ഷപ്പെട്ടു. എന്നാൽ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. മാട്ടുപ്പെട്ടി സ്വദേശി മനോജാണ് പിടിയിലായത്. സെക്യൂരിറ്റി ജീവനക്കാർ അടക്കം അതിസുരക്ഷിതമായ ആശുപത്രിയാണ് മൂന്നാർ ഹൈറേഞ്ച് ആശുപത്രി. ഇവിടെയാണ് കഴിഞ്ഞ രാത്രി 1 മണിയോടെ ആശുപത്രിയിൽ കയറി ഗർഭിണിയെ കടന്നുപിടിച്ച സംഭവം ഉണ്ടായത്. സെക്യൂരിറ്റി ജീവനക്കാരുടെ കണ്ണുകൾ വെട്ടിച്ച പ്രതി മനോജ്
ആശുപത്രിയിലെ ഗർഭിണികളും യുവതികളും ചികിത്സ തേടിയെത്തുന്ന വാർഡിൽ കയറിപ്പറ്റി. എല്ലാവരും ഉറങ്ങുകയാണെന്ന് മനസ്സിലാക്കിയ പ്രതി 6 മാസം ഗർഭിണിയായ യുവതിയെ കടന്നുപിടിച്ചു. പെൺകുട്ടി ബഹളം വെച്ചതോടെ ബന്ധുക്കളും മറ്റു രോഗികളും ഞെട്ടിയുണർന്നു. ഇതോടെ പ്രതി ഓടി രക്ഷപ്പെടുകയായിരുന്നു. പിന്നീട് മൂന്നാർ പോലീസ് സ്ഥലത്തെത്തിയെങ്കിലും പ്രതിയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. തുടർന്ന് CCTV ദൃശ്യങ്ങളുടെ സഹായത്തോടെയാണ് പ്രതിയെ തിരിച്ചറിഞ്ഞത്. സംഭവത്തിന് ശേഷം വീട്ടിലേക്ക് പോയ പ്രതിയെ അവിടെ നിന്നാണ് പിടികൂടിയത്. 2023 പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ശല്യം ചെയ്ത കേസിൽ മനോജ് ജാമ്യത്തിൽ ഇറങ്ങിയതാണ്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 മൂന്നാർ. യുവനടിയെ ബലാത്സംഗം ചെയ്ത കേസിൽ നടൻ സിദ്ദിഖിന്റെ ഒളിജീവിതം അവസാനിച്ചെങ്കിലും എന്തുകൊണ്ടാണ് പോലീസ് പ്രതിയെ ചോദ്യം ചെയ്യാത്തത്? സുപ്രീം കോടതി മുൻകൂർ ജാമ്യം നൽകിയിട്ടുണ്ടെങ്കിലും നടനെതിരായ മറ്റു നടപടികൾക്ക് തടസ്സമൊന്നുമില്ല. എന്നാൽ സിദ്ദിഖ് സ്വമേധയാ ഹാജരായാലും ചോദ്യം ചെയ്യേണ്ടെന്ന തീരുമാനത്തിലാണ് പ്രത്യേക അന്വേഷണ സംഘം. സുപ്രീം കോടതിയുടെ അന്തിമ ഉത്തരവിന് ശേഷം മാത്രം ചോദ്യം ചെയ്താൽ മതിയെന്നാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന നിയമോപദേശം. നോട്ടീസ് ലഭിച്ചാലുടൻ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകാനാണ് സിദ്ദിഖിന്റെ തീരുമാനം. യുവനടിയുടെ ബലാത്സംഗ കേസിൽ പ്രതിയായ നടൻ സിദ്ദിഖിനെ ചോദ്യം ചെയ്യുന്നത് വൈകുമെന്നാണ് പോലീസിൽ നിന്ന് ലഭ്യമാകുന്ന വിവരം. സുപ്രീം കോടതിയിൽ നിന്ന് അന്തിമ ഉത്തരവ് വരുന്നതിന് മുൻപ് ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കിയാൽ കേസിന്റെ പുരോഗതിയിൽ പോലീസിന് തിരിച്ചടി ഉണ്ടാകുമെന്നാണ് വിലയിരുത്തൽ. സിദ്ദിഖിന്റെ അറസ്റ്റ് അനിവാര്യമാണെന്നും കസ്റ്റഡിയിലെടുത്തു തന്നെ ചോദ്യം ചെയ്യണമെന്നും സുപ്രീം കോടതിയെ ബോധിപ്പിക്കുകയാണ് ലക്ഷ്യം. നടൻ സ്വമേധയാ അന്വേഷണ സംഘത്തിന് മുമ്പിൽ ഹാജരായാലും ചോദ്യം ചെയ്യേണ്ട എന്നാണ് നിയമോപദേശം ലഭിച്ചിരിക്കുന്നത്. അറസ്റ്റ് രേഖപ്പെടുത്തലും അന്തിമ ഉത്തരവിന് ശേഷം മതി എന്ന അന്വേഷണ സംഘം തീരുമാനിച്ചിരുന്നു. ബലാത്സംഗ കേസിൽ സുപ്രീം കോടതിയിൽ നിന്ന് താൽക്കാലിക ആശ്വാസം ലഭിച്ച സിദ്ദിഖ് പോലീസിന്റെ ചോദ്യം ചെയ്യൽ നോട്ടീസിനായി കാത്തിരിക്കുകയാണ്. നോട്ടീസ് ലഭിച്ചാൽ ആ നിമിഷം അന്വേഷണ സംഘത്തിന് മുമ്പിൽ ഹാജരാകാനാണ് തീരുമാനം. എന്നാൽ ഇതുവരെ സിദ്ദിഖിന് നോട്ടീസൊന്നും ലഭിച്ചിട്ടില്ലെന്ന് അഭിഭാഷകർ അറിയിച്ചു. 7 ദിവസം ഒളിവിൽ കഴിഞ്ഞതിനു ശേഷം ചൊവ്വാഴ്ച അഭിഭാഷകനുമായി കൂടിക്കാഴ്ച നടത്തിയ നടൻ തുടർ നിയമ നടപടികളിൽ വിശദമായ ഉപദേശം തേടിയിരുന്നു. അഭിഭാഷകന് മുമ്പിലെത്തിയ സിദ്ദിഖ് പിന്നീട് പോയത് ആലുവയിലെ വീട്ടിലേക്കാണ്. പിന്നാലെ കുടുംബാംഗങ്ങൾ ഒന്നിച്ചുള്ള പിറന്നാൾ ആഘോഷവും നടന്നു. നേരത്തെ കേസിൽ മുൻകൂർ ജാമ്യം തേടി സിദ്ദിഖ് ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു എങ്കിലും രൂക്ഷ വിമർശനത്തോടെ കോടതി അപേക്ഷ തള്ളുകയായിരുന്നു. ഇതേ തുടർന്ന് ഒളിവിൽ പോയ നടൻ മുൻകൂർ ജാമ്യത്തിനായി സുപ്രീം കോടതിയെ സമീപിക്കുകയായിരുന്നു. കേസ് ഇനി പരിഗണിക്കുന്നതിന് മുൻപ് അറസ്റ്റുണ്ടായാൽ ജാമ്യത്തിൽ വിടണമെന്ന് കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. ന്യൂസ് 18 കൊച്ചി. ചിലർ പണം കടം വാങ്ങാൻ വലിയ സൗഹൃദമൊക്കെ നടിക്കും. എന്നാൽ പണം തിരികെ ചോദിച്ചാൽ മട്ടുമാറും. അങ്ങനെ പരസ്പരം ശത്രുക്കളായി മാറുന്ന പലരെയും നമ്മുടെയൊക്കെ വ്യക്തിജീവിതത്തിൽ കണ്ടിട്ടുണ്ട്. കൊല്ലം പൂയപ്പള്ളി അയൽവാസിയെ കുത്തിപ്പരിക്കേൽപ്പിച്ചത് കടം വാങ്ങിയ തുക തിരികെ ആവശ്യപ്പെട്ടതിനാണ്. കഴിഞ്ഞ ദിവസമാണ് പൂയപ്പള്ളി സ്വദേശി ലുലുവിനെ അയൽവാസി ആക്രമിച്ചത്. കേസിൽ പ്രതി വിനീതിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. സ്ഥിരം അക്രമകാരിയും മദ്യപാനിയുമായിരുന്നു വിനീത്. പൂയപ്പള്ളിയിലെ മുള്ളുകാട്ടിൽ കുടുംബവുമായി വാടകയ്ക്ക് താമസിച്ചു വരവെയാണ് അയൽവാസി ലുലുവിൽ നിന്നും പണം കടം വാങ്ങിയത്. തിരികെ നൽകാതെയായതോടെ ലുലു നിരവധി തവണ പണം ആവശ്യപ്പെടുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം വിനീത് മദ്യലഹരിയിലെത്തിയപ്പോൾ ലുലു പണത്തെ ചൊല്ലി തർക്കത്തിലേർപ്പെടുകയും മർദ്ദനത്തിൽ കലാശിക്കുകയുമായിരുന്നു. വിനീത് മൂർച്ചയുള്ള ആയുധമുപയോഗിച്ച് ലുലുവിന്റെ വയറ്റിൽ കുത്തുകയായിരുന്നു. നാട്ടുകാർ ഓടിക്കൂടുകയും അതീവ ഗുരുതരമായി പരിക്കേറ്റ ലുലുവിനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിക്കുകയുമായിരുന്നു. സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ വിനീതിനെ കഴിഞ്ഞ ദിവസം പോലീസ് പിടികൂടുകയായിരുന്നു. മുഖത്തലയിൽ നിന്നും വീട്ടുകാരുമായി പിണങ്ങി പൂയപ്പള്ളിയിൽ താമസിച്ചു വന്നിരുന്ന വിനീത് തികഞ്ഞ മദ്യപാനിയും നാട്ടുകാർക്ക് തലവേദനയുമാണ്. പൂയപ്പള്ളി CI ബിജുവിന്റെ നിർദ്ദേശപ്രകാരം SI മാരായ രജനീഷ്, ബാലാജി S കുറുപ്പ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതിയെ പിടികൂടിയത്. കോടതിയിൽ ഹാജരാക്കിയ വിനീതിനെ റിമാൻഡ് ചെയ്തു.
ന്യൂസ് 18 കൊട്ടാരക്കര. മലയാളികളുടെ അസഹിഷ്ണുത കാണണമെങ്കിൽ കേരളത്തിലെ റോഡുകളിലൂടെ ഒന്ന് സഞ്ചരിച്ചാൽ മതി. മറ്റു വാഹനങ്ങൾക്ക് സൈഡ് കൊടുക്കില്ല. ഇനി ഓവർടേക്ക് ചെയ്താൽ പോലും ചിലപ്പോൾ ആക്രമണത്തിലേക്ക് വരെയും കാര്യങ്ങൾ നീങ്ങാം. തിരുവനന്തപുരം ആറ്റിങ്ങലിൽ സ്വകാര്യ ബസ് തടഞ്ഞു നിർത്തി ഡ്രൈവറെ ആക്രമിച്ചത് വാഹനത്തിന് സൈഡ് കൊടുക്കാത്തതിനെ തുടർന്നാണ്. ഓട്ടോറിക്ഷയ്ക്ക് സൈഡ് നൽകാത്തതിനെ ചൊല്ലിയുള്ള തർക്കത്തെ തുടർന്ന് ഡ്രൈവറെ മർദ്ദിച്ച കേസിൽ പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തു. ആറ്റിങ്ങൽ സ്വദേശികളായ ദീപു, രാജീവ്, ബാലു എന്നിവരെയാണ് ആറ്റിങ്ങൽ പോലീസ് പിടികൂടിയത്. കഴിഞ്ഞ 30-ാം തീയതിയാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. ആറ്റിങ്ങൽ അവനവഞ്ചേരിക്ക് സമീപം വെച്ച് ബസ് തടഞ്ഞു നിർത്തിയായിരുന്നു പ്രതികൾ ഡ്രൈവറെ മർദ്ദിച്ചത്. ഓട്ടോറിക്ഷയ്ക്ക് സൈഡ് കൊടുക്കാത്തതിനെ ചൊല്ലി ഉടലെടുത്ത തർക്കം ആക്രമണത്തിൽ കലാശിക്കുകയായിരുന്നു. ബസ്സിൽ നിറയെ യാത്രക്കാർ ഉണ്ടായിരുന്ന സമയമായിരുന്നു ആക്രമണം. നാട്ടുകാർ പോലീസിൽ വിവരം അറിയിച്ചെങ്കിലും പോലീസ് എത്തുന്നതിനു മുൻപ് തന്നെ പ്രതികൾ കടന്നിരുന്നു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ആറ്റിങ്ങൽ സ്വദേശികളായ ദീപു, രാജീവ്, തോൾമുക്ക് സ്വദേശി ബാലു എന്നിവരെ ആറ്റിങ്ങൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. CCTV കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലാണ് പ്രതികൾ പിടിയിലായത്. ആറ്റിങ്ങൽ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ഗോപകുമാർ ജിയുടെ നേതൃത്വത്തിൽ SI-മാരായ സജിത്, ജിഷ്ണു എന്നിവരടങ്ങിയ സംഘമാണ് അറസ്റ്റ് ചെയ്തത്. ന്യൂസ് 18 ആറ്റിങ്ങൽ. തിരുവനന്തപുരം കാട്ടാക്കട പോലീസ് കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി 2 അക്രമ കേസുകളിലെ പ്രതികൾക്ക് പിന്നാലെയായിരുന്നു. ഒന്ന് കാട്ടാക്കടയിൽ വ്യാപാരിയെ മർദ്ദിച്ച കേസും മറ്റൊന്ന് മാസങ്ങൾക്ക് മുൻപ് സുലൈമാൻ എന്നയാളെ തടഞ്ഞു നിർത്തി മർദ്ദിച്ച ശേഷം പണം തട്ടിയെടുത്ത സംഭവം. ഇതിനുശേഷം നാടുവിട്ട പ്രതികൾക്ക് വേണ്ടി പലയിടത്തും പോലീസ് തെരച്ചിൽ നടത്തി. ഒടുവിൽ ഈ 2 കേസുകളിലും പ്രതികൾ പോലീസിന്റെ പിടിയിലായിരിക്കും. കാട്ടാക്കടയിൽ വ്യാപാരിയെ മർദ്ദിച്ച കേസിലും സുലൈമാൻ എന്നയാളെ മർദ്ദിച്ച കേസിലുമാണ് പ്രതികൾ പിടിയിലായത്. വ്യാപാരിയായ ഷിബുവിനെ മർദ്ദിച്ച് പണം കവർന്നെന്ന സംഭവത്തിൽ ഗിരീശൻ എന്നയാളെ തമിഴ്നാട്ടിൽ നിന്നാണ് കാട്ടാക്കട പോലീസ് പിടികൂടിയത്. കഴിഞ്ഞ മാസം 20-നായിരുന്നു കേസിനാസ്പദമായ സംഭവം. കാട്ടാക്കടയിൽ വ്യാപാര സ്ഥാപനം നടത്തുകയായിരുന്ന ഷിബു കടയടച്ച് വീട്ടിലേക്ക് വരുന്നതിനിടയിലായിരുന്നു കാട്ടാക്കട സ്വദേശിയായ ഗിരീശനും സംഘവും ചേർന്ന് ഷിബുവിനെ മർദ്ദിച്ചതും പണം കവർന്നതും. പ്രതികളെ പിടികൂടണമെന്നാവശ്യപ്പെട്ട് കാട്ടാക്കടയിലെ വ്യാപാര സമൂഹം ശക്തമായ സമരപരിപാടികൾ സംഘടിപ്പിച്ചിരുന്നു. തുടർന്നാണ് മുഖ്യപ്രതിയായ ഗിരീശനെ തമിഴ്നാട്ടിൽ നിന്ന് കാട്ടാക്കട പോലീസ് പിടികൂടിയത്. കേസിൽ 3 പേർ കൂടി പിടിയിലാകാനുണ്ടെന്ന് പോലീസ് വ്യക്തമാക്കി. പിടിച്ചുപറി, മോഷണം തുടങ്ങിയ നിരവധി കേസുകളിലെ പ്രതികളാണ് സംഘത്തിന് പിന്നിലെന്ന് പോലീസ് പറഞ്ഞു. അതേസമയം 8 മാസങ്ങൾക്ക് മുൻപ് കാട്ടാക്കട ഗുരുമന്ദിരത്തിന് സമീപം സുലൈമാൻ എന്നയാളെ തടഞ്ഞു നിർത്തി മർദ്ദിച്ച ശേഷം പണം കവരാൻ ശ്രമിച്ച കേസിലാണ് ഇൻക്രൂ എന്ന് വിളിക്കാറുള്ള അൻവർ കാട്ടാക്കട പോലീസിന്റെ പിടിയിലായത്. ഇയാളും നിരവധി പിടിച്ചുപറി കേസിലെ പ്രതിയാണെന്ന് പോലീസ് പറഞ്ഞു. ന്യൂസ് 18 കാട്ടാക്കട. കോവിഡിന് ശേഷം ജോലി നഷ്ടപ്പെട്ടു, കടുത്ത സാമ്പത്തിക ബാധ്യത, ഭാര്യയും മക്കളും നിത്യരോഗികൾ. ഇങ്ങനെ കേട്ടാൽ തന്നെ മനസ്സാക്ഷിയുള്ളവരുടെ മനസ്സലിയും. സമൂഹ മാധ്യമങ്ങളിലൂടെയുള്ള പുതിയ തട്ടിപ്പ് രീതിയാണിത്. ഇങ്ങനെ കോഴിക്കോട്ടെ ഒരു പ്രമുഖ ഡോക്ടറെ കബളിപ്പിച്ച് ഉത്തരേന്ത്യൻ സംഘം തട്ടിയെടുത്തത് 4 കോടി രൂപയാണ്. ഡോക്ടറുടെ പരാതിയിൽ കോഴിക്കോട് സൈബർ പോലീസിന്റെ അന്വേഷണമെത്തിയത് രാജസ്ഥാനിലെ അതിർത്തി ഗ്രാമം കേന്ദ്രീകരിച്ചുള്ള വൻ ചൂതാട്ടശാലയിലാണ്. അവിടെ നിന്ന് സാഹസികമായി പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തു. രാജസ്ഥാനിലെ അതിർത്തി ഗ്രാമം കേന്ദ്രീകരിച്ച് വൻ ചൂതാട്ടശാല നടത്തുന്ന സംഘത്തിൽപ്പെട്ട 2 പേരാണ് പിടിയിലായത്. ഒരേ സമുദായത്തിൽപ്പെട്ടവരാണെന്നും കോവിഡ് കാലത്തിനു ശേഷം ജോലി നഷ്ടമായെന്നും സാമ്പത്തികമായി സഹായിക്കണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു ഇവർ ഡോക്ടറിൽ നിന്ന് പണം തട്ടിയത്. രാജസ്ഥാനിലെ ദുർഗാപൂർ സ്വദേശി അമിത് എന്ന പേരിലാണ് സംഘത്തിലുള്ളയാൾ ഡോക്ടറെ ഫോണിൽ പരിചയപ്പെടുന്നത്. ഇതിനു പിന്നാലെ വിവിധ ആവശ്യങ്ങൾ പറഞ്ഞ് പണം തട്ടിയെടുക്കുകയായിരുന്നു. ജനുവരി മുതൽ ഓഗസ്റ്റ് വരെയുള്ള കാലയളവിലായിരുന്നു തട്ടിപ്പ് നടന്നത്. കോവിഡിന് ശേഷം ജോലി നഷ്ടമായി
കടുത്ത സാമ്പത്തിക ബുദ്ധിമുട്ടിലാണ്, ഭാര്യ ആശുപത്രിയിലാണെന്നെല്ലാം പറഞ്ഞാണ് തട്ടിപ്പുകാർ തുക കൈക്കലാക്കിയത്. QR കോഡ് അയച്ചു നൽകിയാണ് സംഘം പണം കൈക്കലാക്കിയത്. ഏകദേശം 200ഓളം ട്രാൻസാക്ഷനുകളാണ് ഇരുവരും തമ്മിൽ നടന്നത്. ഒടുവിൽ ഡോക്ടറുടെ മകൻ നടത്തിയ അന്വേഷണത്തിലാണ് തട്ടിപ്പ് സംഘമാണെന്ന് തിരിച്ചറിഞ്ഞത്. പിന്നീട് വാങ്ങിയെടുത്ത പണം തിരികെ നൽകാനായി പരാതിക്കാരൻ ആവശ്യപ്പെട്ടപ്പോൾ കുടുംബസ്വത്ത് വിൽപ്പന നടത്തി തിരികെ നൽകാമെന്നും വിൽപ്പന ഇടപാടുമായി ബന്ധപ്പെട്ട് സാമുദായിക കലാപ സാഹചര്യമുണ്ടായി എന്നും തട്ടിപ്പുകാർ പറഞ്ഞു. മാത്രമല്ല, ഇതിൽ പരാതിക്കാരൻ ഉൾപ്പെടെ കേസിൽ പ്രതിയാകുമെന്നും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരാണെന്ന വ്യാജേന ബന്ധപ്പെട്ട് ഭീഷണിപ്പെടുത്തി പരാതിക്കാരനിൽ നിന്ന് പണം തട്ടിയെടുക്കുകയും ചെയ്തു. തുടർന്നാണ് ഡോക്ടർ പോലീസിൽ പരാതിപ്പെട്ടത്. കോഴിക്കോട് സിറ്റി സൈബർ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ അന്വേഷണം എത്തിയത് രാജസ്ഥാനിലേക്കാണ്. മുഖ്യപ്രതിയായ സുനിൽ ദംഗിയെയും കൂട്ടുപ്രതി ശീതൽകുമാർ മേത്തയെയും ബഡിസാദറിൽ വെച്ച് തന്ത്രമായി പിടികൂടുകയായിരുന്നു. ന്യൂസ് 18 കോഴിക്കോട്. കണ്ണൂർ പയ്യന്നൂരിലെ ഒരു ധനകാര്യ സ്ഥാപനത്തിൽ നിന്ന് പണം തട്ടിയെടുക്കാൻ ശ്രമിച്ച ഒരു കേസാണ് പോലീസ് പെട്രോൾ ഇനി പരിശോധിക്കുന്നത്. സ്വർണം നൽകാമെന്ന് വിശ്വസിപ്പിച്ചാണ് ധനകാര്യ സ്ഥാപനത്തിലെ മാനേജറുടെ പണം തട്ടിയെടുത്തത്. ഇതിനുശേഷം പ്രതി ഓടി രക്ഷപ്പെട്ടു. പിന്നീട് നിലമ്പൂരിലെ താമസസ്ഥലത്ത് നിന്ന് പ്രതിയെ പോലീസ് പിടികൂടുകയായിരുന്നു. ഇയാൾ കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലായി നിരവധി കേസുകളിൽ പ്രതിയാണ്. പണയസ്വർണം മാറ്റിവെക്കാൻ എന്ന വ്യാജേന എത്തിയ ആളാണ് തട്ടിപ്പ് നടത്തിയത്. അഹല്യ ഫിനാൻസിൽ പണയം വെച്ച 20 ഗ്രാം സ്വർണത്തിന് പലിശ കൂടുതലാണെന്നും അതിനാൽ പണയസ്വർണം മണപ്പുറം ഫിനാൻസിലേക്ക് മാറ്റിവെക്കണമെന്ന ആവശ്യവുമായി പ്രതി മണപ്പുറം ഫിനാൻസ് ബ്രാഞ്ച് മാനേജറെ സമീപിച്ചു. തുടർന്ന് മണപ്പുറം ഫിനാൻസ് മാനേജറും ഉദുമ സ്വദേശിനിയുമായ നിഷിതയുടെ കയ്യിലുണ്ടായിരുന്ന 45,000 രൂപ കൈക്കലാക്കിയ പ്രതി അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയായിരുന്നു. ഇന്നലെ രാവിലെ 11 മണിയോടെ പയ്യന്നൂർ പുതിയ ബസ് സ്റ്റാൻഡിന് സമീപമാണ് സംഭവം നടന്നത്. മാനേജറുടെ പരാതിയിൽ കേസെടുത്ത പയ്യന്നൂർ പോലീസ് മണിക്കൂറുകൾക്കകം തന്നെ പ്രതിയെ പിടികൂടി. മലപ്പുറം കുറ്റിപ്പുറം സ്വദേശി പാപ്പിനിശ്ശേരി വീട്ടിൽ അബ്ദുൾ നാസറാണ് പിടിയിലായത്. സംഭവസ്ഥലത്തെ നിരീക്ഷണ ക്യാമറയിൽ നിന്നും പണം വാങ്ങി ഓടി രക്ഷപ്പെടുന്ന പ്രതിയുടെ ദൃശ്യവും പരാതിക്കാരിയിൽ നിന്ന് ലഭിച്ച പ്രതിയുടെ ഫോൺ നമ്പറും ശേഖരിച്ച ശേഷം സൈബർ സെല്ലിന്റെ സഹായത്തോടെ നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി പിടിയിലായത്. പുലർച്ചെ 4-ന് നിലമ്പൂർ കരുവാരക്കുണ്ടിലെ വാടക ക്വാർട്ടേഴ്സിൽ നിന്നാണ് പ്രതി പിടിയിലായത്. തുടർന്ന് പയ്യന്നൂരിലെത്തിച്ച് അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. സമാനമായ രീതിയിൽ ഇയാൾക്കെതിരെ കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലായി 8ഓളം കേസുകൾ നിലവിലുണ്ടെന്ന് പോലീസ് പറഞ്ഞു. പയ്യന്നൂർ ഡിവൈഎസ്പി കെ വിനോദ് കുമാറിന്റെ നിർദ്ദേശപ്രകാരം CI സി സനീത്, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ മുകേഷ് കല്ലേൻ, AG അബ്ദുൾ ജബ്ബാർ, KK ഈശ്വരൻ നമ്പൂതിരി എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതിയെ പിടികൂടിയത്. ന്യൂസ് 18 പയ്യന്നൂർ. വിദേശ രാജ്യങ്ങളിൽ ജോലി വാഗ്ദാനം ചെയ്ത് തട്ടിപ്പ് നടത്തിയ കേസിൽ അമ്മയും മകനും ചേർന്ന് സംസ്ഥാനത്തിന്റെ വിവിധയിടങ്ങളിൽ നിന്ന് തട്ടിയെടുത്തത് കോടികൾ. തിരുവനന്തപുരം ശാസ്തമംഗലത്ത് പ്രവർത്തിച്ചിരുന്ന ട്രാവൽ ഏജൻസി ഉടമയായ ഡോൾഫി ജോസഫൈൻ സജു, മകൻ രോഹിത് സജു എന്നിവർക്കെതിരെ 50-ലധികം കേസുകളാണ് പോലീസ് രജിസ്റ്റർ ചെയ്തത്. കഴിഞ്ഞ ദിവസം സ്ഥാപനത്തിൽ നിന്ന് രഹസ്യമായി സാധനങ്ങൾ മാറ്റാനെത്തിയപ്പോഴാണ് മ്യൂസിയം പോലീസ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. സുഗന്ധവ്യഞ്ജന വ്യാപാരത്തിന് എന്ന പേരിൽ ശാസ്തമംഗലത്ത് മുറി വാടകയ്ക്കെടുത്തായിരുന്നു തട്ടിപ്പ്. കാനഡ, അമേരിക്ക, UK എന്നിവിടങ്ങളിൽ തൊഴിൽ വിസ വാഗ്ദാനം ചെയ്ത് പണം വാങ്ങിയ കേസിൽ ഡോൾസി ജോസഫൈൻ സജു, മകൻ രോഹിത് സജു എന്നിവർക്കെതിരെ വിവിധ സ്റ്റേഷനുകളിലായി 60ഓളം കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പോലീസ് കേസെടുത്തതോടെ ഇവർ സ്ഥാപനം പൂട്ടി മുങ്ങി. ബുധനാഴ്ച പുലർച്ചെ സാധനങ്ങൾ മാറ്റാൻ ഇവർ രഹസ്യമായി ശാസ്തമംഗലത്തെ സ്ഥാപനത്തിലെത്തിയെന്നാണ് വിവരം. ഇതറിഞ്ഞ കെട്ടിട ഉടമയാണ് പോലീസിൽ വിവരമറിയിച്ചത്. പോലീസ് എത്തിയപ്പോൾ ഇവർ കാറിൽ രക്ഷപ്പെട്ടു. പിന്തുടർന്ന പോലീസ് പൈപ്പിൻ മൂടിന് സമീപം വെച്ച് വാഹനം കുറുകെ നിർത്തി ഇവരെ പിടികൂടുകയായിരുന്നു.
വിദേശത്ത് തൊഴിൽ വിസയും വൻ ശമ്പളമുള്ള ജോലികളും തരപ്പെടുത്തി നൽകാമെന്നാണ് സാമൂഹിക മാധ്യമങ്ങൾ വഴി പരസ്യം നൽകിയിരുന്നത്. ഫോണിൽ ബന്ധപ്പെടുന്നവരെ പറഞ്ഞു വിശ്വസിപ്പിച്ച് ഒരാളിൽ നിന്ന് 2 ലക്ഷം മുതൽ 10.5 ലക്ഷം രൂപ വരെ വാങ്ങി. പറഞ്ഞ സമയം കഴിഞ്ഞും നടപടികളൊന്നും ഇല്ലാതായതോടെയാണ് പലരും പണം തിരികെ ചോദിച്ചെത്തിയത്. തട്ടിപ്പിനിരയായ 50ഓളം ചെറുപ്പക്കാർ ശാസ്തമംഗലത്തെ സ്ഥാപനത്തിനു മുന്നിൽ പ്രതിഷേധവുമായി എത്തിയപ്പോഴാണ് വമ്പൻ തട്ടിപ്പ് പുറത്തറിയുന്നത്. ശാസ്തമംഗലത്തിവർ മുറി വാടകയ്ക്ക് എടുത്തിരുന്നത് സുഗന്ധവ്യഞ്ജന വ്യാപാരത്തിനെന്ന പേരിലാണ്. തിരുവനന്തപുരം, കോട്ടയം, കൊച്ചി, വയനാട്, കാസർഗോഡ് തുടങ്ങിയ സ്ഥലങ്ങളിലുള്ളവരാണ് തട്ടിപ്പിനിരയായതായി വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ പരാതി നൽകിയത്. ന്യൂസ് 18 തിരുവനന്തപുരം. കോഴിക്കോട് കോട്ടക്കടവിൽ വ്യാജ ഡോക്ടറെ ചികിത്സിച്ച രോഗി മരിച്ച സംഭവത്തിൽ ആശുപത്രികളുടെ വീഴ്ചയും ചർച്ച ചെയ്യപ്പെടുകയാണ്. MBBS പഠനം പൂർത്തീകരിക്കാത്ത അബു എബ്രഹാം ലൂക്ക് എങ്ങനെയാണ് 10 വർഷത്തോളം വിവിധ ആശുപത്രികളിൽ ജോലി ചെയ്തത്? ഈ കേസിൽ കോട്ടക്കടവ് TMH ആശുപത്രി അധികൃതരെയും പ്രതി ചേർക്കുമെന്നാണ് അറിയുന്നത്. അബു എബ്രഹാം ലൂക്ക് 4.5 വർഷമാണ് TMH ആശുപത്രിയിൽ രോഗികളെ ചികിത്സിച്ചത്. ഇതുവരെയും ഈ വ്യാജനെ ആരും തിരിച്ചറിഞ്ഞില്ല. ഒടുവിൽ ഒരാളുടെ ജീവൻ നഷ്ടപ്പെട്ടപ്പോഴാണ് സംഭവം പുറത്തറിയുന്നത്. വ്യാജ ഡോക്ടറെ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെയാണ് ആശുപത്രിക്കെതിരെയും നടപടി വരുന്നത്. ഫറോക്ക് ACPയുടെ നേതൃത്വത്തിൽ പോലീസ് കഴിഞ്ഞ ദിവസം ആശുപത്രിയിലെത്തി പരിശോധന നടത്തിയിരുന്നു. പ്രതിയായ അബു എബ്രഹാം ലൂക്ക് നൽകിയ മുഴുവൻ രേഖകളും പോലീസ് പിടിച്ചെടുത്തു. നിയമനത്തിൽ ആശുപത്രിക്ക് വീഴ്ച വന്നെന്നാണ് പോലീസ് പറയുന്നത്. അതിനാൽ ആശുപത്രി അധികൃതരെയും കേസിൽ പ്രതി ചേർക്കും. ആരോഗ്യവകുപ്പിന്റെ നടപടി ആശുപത്രിക്കെതിരെയും വ്യാജ ഡോക്ടർക്കെതിരെയും ഉണ്ടാകും. RMOയെ നിയമിക്കാൻ ആശുപത്രി അധികൃതർ നടത്തിയ അന്വേഷണത്തിൽ മറ്റൊരാളുടെ റഫറൻസിലൂടെയാണ് അബു ലൂക്ക് എത്തിയത് എന്നാണ് ആശുപത്രിയുടെ വിശദീകരണം. അബു P സേവിയർ എന്നയാളുടെ പേരിലായിരുന്നു രജിസ്റ്റർ നമ്പർ. ഇക്കാര്യം ചോദിച്ചപ്പോൾ തനിക്ക് ഇരട്ടപ്പേരുണ്ടെന്നാണ് കോട്ടക്കടവ് ആശുപത്രി അധികൃതരോട് പറഞ്ഞത്. ഇയാൾ മലപ്പുറം ജില്ലയിൽ വിവിധ ഭാഗങ്ങളിലായി 9 ആശുപത്രികളിൽ ജോലി ചെയ്തതായി വിവരമുണ്ട്. മുൻപ് ജോലി ചെയ്തയിടങ്ങളിൽ അന്വേഷിച്ചപ്പോൾ ഇയാളെക്കുറിച്ച് നല്ല അഭിപ്രായമായിരുന്നുവെന്നാണ് ആശുപത്രി അധികൃതർ പറയുന്നത്. കഴിഞ്ഞ 23-നാണ് പൂച്ചേരിക്കുന്ന് സ്വദേശി വിനോദ് കുമാർ TMH ആശുപത്രിയിൽ വെച്ച് നെഞ്ചുവേദനയെ തുടർന്ന് മരിച്ചത്. വിനോദ് കുമാറിന്റെ മകൻ P അശ്വിനും മരുമകൾ മാളവികയും ചണ്ഡിഗഡിലാണ് ജോലി ചെയ്യുന്നത്. കഴിഞ്ഞ 27-ന് ബന്ധുവിനെ ചികിത്സിക്കാൻ മാളവിക ഇതേ ആശുപത്രിയിൽ എത്തിച്ചിരുന്നു. അവിടെ വെച്ചാണ് ഡോക്ടർ അബു എബ്രഹാം ലൂക്ക് എന്ന പേര് കണ്ടതും സംശയം തോന്നിയതും. മാളവികയുടെ സീനിയറായി പഠിച്ച അബു എബ്രഹാം ലൂക്ക് തന്നെയാണോ ഇതെന്നായിരുന്നു സംശയം. സീനിയറായി പഠിച്ച അബു പഠനം പൂർത്തിയാക്കാതെ കോളേജ് വിട്ടിരുന്നു. തുടരന്വേഷണത്തിലാണ് അതേ ആളാണ് വർഷങ്ങളായി ചികിത്സ നടത്തുന്നതെന്ന് തിരിച്ചറിഞ്ഞത്. ഇതോടെയാണ് കുടുംബം പോലീസിൽ പരാതി നൽകിയതും വ്യാജ ഡോക്ടറുടെ തട്ടിപ്പ് കഥ പുറത്തുവന്നതും. ന്യൂസ് 18 കോഴിക്കോട്. മൂന്നാറിൽ സാഹസിക യാത്രകൾ ഇപ്പോൾ പതിവ് കാഴ്ചയാണ്. വിനോദസഞ്ചാരികളായ യുവാക്കളാണ് അപകടകരമായ രീതിയിൽ വാഹനത്തിൽ സഞ്ചരിക്കുന്നത്. കഴിഞ്ഞ ദിവസം മൂന്നാർ മറയൂർ റോഡിൽ കാറിന്റെ മുകളിൽ കയറിയിരുന്നാണ് അഭ്യാസ പ്രകടനം നടത്തിയത്. അപകടയാത്ര തുടർക്കഥയായിട്ടും മോട്ടോർ വാഹന വകുപ്പ് നടപടി സ്വീകരിക്കുന്നില്ലെന്ന് ആക്ഷേപമുണ്ട്. മൂന്നാറിലെ റോഡുകളിൽ പതിവ് കാഴ്ചയാണിത്. വിനോദയാത്രക്കെത്തുന്നവർ നാടിന്റെ മനോഹാരിത കണ്ട് ആസ്വദിക്കുന്നതിന് പകരം കാട്ടിക്കൂട്ടുന്ന അഭ്യാസ പ്രകടനങ്ങളാണിത്. ഇതിനു മുൻപൊക്കെ കാറിന്റെ ഡോറുകളിൽ കയറിയിരുന്നുള്ള സാഹസിക യാത്രകളായിരുന്നുവെങ്കിൽ കഴിഞ്ഞ ദിവസം കാറിന്റെ മുകളിൽ കയറിയാണ് അപകടയാത്ര നടത്തിയത്. തമിഴ്നാട് രജിസ്ട്രേഷനിലുള്ള കാറിലായിരുന്നു സാഹസിക യാത്ര. പിന്നാലെ എത്തിയ തമിഴ്നാട് സ്വദേശികളാണ് ഇതിന്റെ ദൃശ്യങ്ങൾ പകർത്തിയത്. സംഭവത്തിൽ മോട്ടോർ വാഹന വകുപ്പ് ഇടപെടണമെന്നും ദൃശ്യങ്ങൾ പകർത്തിയവർ പറയുന്നുണ്ട്. இது மூணார் டு உடல்பட்ட ரோடு. இந்த ரோட்டில் வந்து மூணார்லேருந்து ஒரு 15 கிலோமீட்டர் தள்ளி இந்த ஒரு வண்டியில் இந்த மாதிரி
உட்காந்து போகிறாங்க. இது மோட்டார் வெஹிக்கிள் டிபார்ட்மெண்ட்டுக்கும் தெரியாது, போலீஸ் டிபார்ட்மெண்ட்டுக்கும் தெரியாது. இந்த சூழ்நிலையை பார்த்தீங்கன்னா தெரியும். இது மூணாறில் நாங்கள் தான் தப்பு பண்ணுறோம்னு சொல்லுதாங்க. இது எவ்வளோ ஒரு டேஞ்சரான விஷயங்கள் பண்ணிக்கிட்டு இருக்கான்னு மட்டும் பாருங்கள். இது உடனடியாக கவர்மெண்ட் நடவடிக்கை எடுக்கணும்னு சொல்லி நான் தெரிவித்துக் கொள்கின்றேன். തിരക്കേറിയ മൂന്നാറിലെ റോഡുകളിലൂടെയുള്ള അപകടയാത്രകൾ തടയാൻ മോട്ടോർ വാഹന വകുപ്പിന്റെ ഇടപെടൽ കാര്യക്ഷമമല്ലെന്നും പരാതിയുണ്ട്. കഴിഞ്ഞ 3 മാസത്തിനിടെ നിരവധി അപകടയാത്രയുടെ ദൃശ്യങ്ങളാണ് പുറത്തുവന്നത്. കേരളത്തിന് പുറത്തുനിന്നുള്ളവർക്കെതിരെ ഉൾപ്പെടെ മോട്ടോർ വാഹന വകുപ്പ് നടപടി സ്വീകരിക്കുകയും ചെയ്തു. മൂന്നാർ മേഖലയിൽ പ്രത്യേക പരിശോധനയുൾപ്പെടെ ആരംഭിക്കുകയും ചെയ്തതാണ്. എന്നാൽ ഇതൊന്നും ഫലം കാണുന്നില്ല. ന്യൂസ് 18 ഇടുക്കി. മികച്ച ജീവിത നിലവാരം, ഉയർന്ന ശമ്പളം. വളരെ പെട്ടെന്നാണ് പ്രവാസി മലയാളികളുടെ ജീവിത സാഹചര്യങ്ങളിൽ മാറ്റം വന്നത്. ഇതിനിടെ കുടുംബ ബന്ധങ്ങളിൽ സംഭവിക്കുന്ന വിള്ളലുകൾ പലരും തിരിച്ചറിയാറില്ല. അയർലൻഡിൽ ഒരു മലയാളി കുടുംബത്തിൽ സംഭവിച്ച പ്രശ്നം പുറത്തറിഞ്ഞത് വലിയ ദുരന്തമുണ്ടായപ്പോഴാണ്. മലയാളി യുവാവ് ഭാര്യയെ തീ കൊളുത്തി കൊലപ്പെടുത്താൻ ശ്രമിച്ചു. കേസിൽ ഭർത്താവ് ജോസ്മോൻ ശശിയെ വധശ്രമം, ഗാർഹിക പീഡനം തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തി പോലീസ് അറസ്റ്റ് ചെയ്തു. ശരീരത്തിന്റെ 25% പൊള്ളലേറ്റ യുവതി ഇപ്പോഴും ചികിത്സയിലാണ്. ഒന്നിച്ചിരുന്ന് സംസാരിച്ചാൽ, ഒന്ന് ചേർത്ത് പിടിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളാണ് ഇതുപോലെ ആക്രമത്തിൽ കലാശിക്കുന്നത്. ഇതുപോലുള്ള ദുരന്തങ്ങൾ നമ്മുടെ വീടുകളിലും സംഭവിക്കാതിരിക്കാൻ ഒന്ന് ഓർമ്മപ്പെടുത്തിയെന്നേ ഉള്ളൂ. ഇതോടെ ഇന്നത്തെ പൊളിപ്പുറകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.